ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ക്രീമി ആയിട്ടുള്ള കോഫി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടിയുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചൂട് സമയത്തൊക്കെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കട്ടയായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ലൂസ് ആകുമ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ നല്ല പീക്സ് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അത്യാവശ്യം നല്ല മധുരമുള്ള ക്രീം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിലേക്ക് നമ്മൾ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീമിന് കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അഥവാ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൂടി വരാനാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ അഥവാ കൊക്കോ പൗഡർ ഇല്ലെങ്കിലും നമുക്ക് കോഫി പൗഡർ മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വിസ്കോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 10-12 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും കൈ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത്രയും തിക്കാവണമെന്നുമില്ല, ജസ്റ്റ് ഒന്ന് പീക്ക് വന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാലും മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. ഇത് കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. കാരണം അത്ര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഒരു 8 മണിക്കൂർ കുറഞ്ഞത് ഫ്രീസറിൽ വെക്കുക. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരുപാട് ഉണ്ടാവും ഐസ്ക്രീം കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പൈസക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും കുട്ടീസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഈ കോഫി പൗഡറിന് പകരം നമുക്ക് ബൂസ്റ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ എസൻസ് വെച്ചിട്ട് അത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.